2022 പുറത്തിറങ്ങിയ തിരുച്ചിട്രമ്പലം എന്ന ചിത്രത്തിൽ അഭിനയിച്ചതോടുകൂടി ധനുഷും നടി നിത്യ മേനോനും നല്ല സൗഹൃദത്തിലായി. ആ സിനിമ ആ വർഷത്തെ ഏറ്റവും വലിയ തമിഴ് ഹിറ്റുകളിൽ ഒന്നായി മാറി. ഏറെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ തിരുച്ചിട്രമ്പലത്തിൽ ടൈറ്റിൽ കഥാപാത്രം ചെയ്ത ധനുഷിനേക്കാൾ ഹൃദയത്തിൽ ഇടം നേടിയതും മനസ്സിൽ തങ്ങി നിന്നതുമായ കഥാപാത്രം നിത്യമേനോന്റെ ആയിരുന്നു. അന്ന് ആ ദേശീയ അവാർഡ് നിത്യ ഡെഡിക്കേറ്റ് ചെയ്തത് ചിത്രത്തിലെ നായകനും ഉറ്റ സുഹൃത്തുമായ ധനുഷനും മറ്റു സഹതാരങ്ങൾക്കുമായിരുന്നു. അത്രമാത്രം അവരുടെ സൗഹൃദം അന്ന് വളർന്നിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ തമിഴിലെ ചില പ്രശസ്ത നായകന്മാരുടെ ഇരട്ട മുഖത്തെക്കുറിച്ച് നിത്യമേനോൻ തുറന്നടിച്ചിരുന്നു. പൊതുവേദികളിൽ വളരെ വിനയത്തോടെ പെരുമാറുന്ന ചില നടന്മാർ സിനിമാ സെറ്റിലെത്തിയാൽ അങ്ങനെയല്ല എന്നാണ് നിത്യ വെളിപ്പെടുത്തിയത്. കുറെ പേരുണ്ട്, ജനങ്ങൾക്കിടയിൽ വളരെ എളിമയുള്ളവരും നല്ലവരുമാണെന്ന ഇമേജുമാണ് അവർക്ക്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അവരൊന്നും അങ്ങനെയേ അല്ല എന്നതാണ് സത്യം. ഷൂട്ടിങ്ങിന് പോയാൽ അവർ മറ്റൊരു തരത്തിലാണ് പെരുമാറുക, നിത്യ തുറന്നടിച്ചു. ഇതോടുകൂടി സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങൾ നിത്യ ധനുഷിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഉറപ്പിച്ചു. തന്റെ ചിത്രങ്ങൾ ഇറങ്ങുന്ന ഓഡിയോ ലോഞ്ചുകളിൽ നടത്തുന്ന പ്രസംഗങ്ങൾ ട്രോളുകൾ ഏറ്റുവാങ്ങി തുടങ്ങിയപ്പോഴാണ് നിത്യ നടത്തിയ ഈ പരാമർശങ്ങൾ വീണ്ടും പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. തിരുച്ചിട്രമ്പലത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ച് നിത്യ സിനിമയിൽ മാത്രമല്ല തന്റെ ജീവിതത്തിലും നല്ല സുഹൃത്താണെന്ന് ധനുഷ് പറഞ്ഞിരുന്നു. നിത്യയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ചപ്പോൾ ധനുഷ് അവരെ വാനോളം പുകഴ്ത്തി പറഞ്ഞിരുന്നു. എന്നാൽ ധനുഷ് സ്വന്തമായി ചെയ്യുന്ന ഇഡ്ഡലിക്കട എന്ന ചിത്രത്തിൽ നിത്യയെ നായികയാക്കിയ ശേഷം ആ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്തായാലും ധനുഷിന്റെയും നിത്യയുടെയും സുഹൃത്ത് ബന്ധം ഇതോടുകൂടി അവസാനിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇഡ്ഡലിക്കടയുടെ സെറ്റിൽ വെച്ച് ധനുഷ് നിത്യയോട് മോശമായി പെരുമാറിയെന്നും മേക്കപ്പ് ചെയ്തതിനു ശേഷം മണിക്കൂറുകളോളം സീനുകളൊന്നും ഷൂട്ട് ചെയ്യാതെ നടിയെ വലച്ചുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിനെതിരെ നിത്യ പ്രതികരിച്ചതോടുകൂടി ചിത്രത്തിന്റെ പോസ്റ്ററുകളിൽ നിന്നും നടിയുടെ പേര് നീക്കം ചെയ്തുകൊണ്ടാണ് ധനുഷ് പകരം വീട്ടിയത്. പിന്നീട് ഇറങ്ങിയ ചിത്രത്തിന്റെ ഒരു പോസ്റ്ററിലും നിത്യമേനോൻ എന്ന പേര് കാണാൻ കഴിയില്ല. ഇതിനെതിരെ നിത്യ രംഗത്ത് വന്നിരുന്നു. സ്ത്രീ ആയാലും പുരുഷനായാലും ഒരാൾക്ക് ചെയ്യുന്ന ജോലിയുടെ ക്രെഡിറ്റ് കൊടുക്കാവുന്നതാണ് മാന്യത എന്ന് നിത്യമേനോൻ അന്ന് തുറന്നടിച്ചിരുന്നു. കാര്യങ്ങളുടെ നിജസ്ഥിതി ഇങ്ങനെയാണെങ്കിൽ ധനുഷ് ചെയ്ത പ്രവൃത്തി ശരിയല്ല എന്നാണ് GPS മീഡിയയുടെ അഭിപ്രായം. കാരണം ധനുഷ് താഴേക്കടയിൽ നിന്നും ഉയരത്തിലെത്തിയ വലിയൊരു നടനാണ്. ഇൻസൾട്ട് എന്നത് ഒരാൾക്കും താങ്ങാൻ പറ്റുന്നതല്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ വേദന മനസ്സിലാവൂ. അതുകൊണ്ട് ധനുഷ് എത്രയും വേഗം തെറ്റുതിരുത്തുമെന്ന് തന്നെയാണ് GPS മീഡിയയുടെ പ്രതീക്ഷ. കാരണം അദ്ദേഹം ഇനിയും എത്രയോ ഉയരങ്ങൾ കീഴടക്കാനുള്ള വലിയൊരു നടനാണ്.